ഹായ്, എൻ്റെ പേര് ജയദേവ് ആൻഡ് ഐ ജസ്റ്റ് വാച്ച് ഫുട്ബോൾ. അപ്പോൾ ഇങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ പ്രീമിയർ ലീഗ് വീണ്ടും ഇന്നോട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു റിവ്യൂ നോക്കാം. ഏതൊക്കെ ടീമിനാണ് ചാൻസസ്, ഏതൊക്കെ ടീമിൻ്റെ സൈനിങ്സ് എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മൾ ടോപ്പ് 7 മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സീസണിലും കപ്പടിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള ടീം ലിവർപൂളാണ്. ലിവർപൂൾ അവരുടെ അറ്റാക്ക് അടിപൊളിയാക്കിയിട്ടാണ് എടുത്തേക്കുന്നത് ട്രാൻസ്ഫേഴ്സ് വൈസ്. ഞാൻ ഇപ്പൊ ലിവർപൂളിന്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അവർ ക്രിസ്റ്റൽ പാലസ് ആയിട്ട് കമ്മ്യൂണിറ്റി ഷീൽഡ് തോറ്റില്ലേ, അപ്പൊ എന്തായിരിക്കും അവരുടെ ഒരു ചാൻസ് എന്നുള്ളത്. അവർ എക്കിറ്റിക്ക എന്ന് പറഞ്ഞ സ്ട്രൈക്കറിനെ മേടിച്ചു. സ്ട്രൈക്കർ ആകെ ഒരു ജർമ്മൻ ലീഗിൽ ഒരു സീസൺ നല്ലൊരു സീസൺ കളിച്ചു കഴിഞ്ഞിട്ട്, അപ്പൊ ആകെ ഒരു സീസൺ ജർമ്മൻ ലീഗിൽ നന്നായി കളിച്ചതിന് ഈ പറയുന്ന സ്ട്രൈക്കർക്ക് 80 മില്യണും 90 മില്യണൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കമ്മ്യൂണിറ്റി ഷീൽഡ് കളി കണ്ടപ്പോൾ മനസ്സിലായി അവൻ അതിനുള്ള മുതലുണ്ട്. അവൻ ആ ഫുള്ള് എന്താ പറയുക, ബോക്സിൽ മാത്രം നിന്ന് കളിക്കാതെ വിങ്ങിലേക്ക് ഇറങ്ങി വന്ന് മിഡിലേക്ക് ഇറങ്ങി വന്ന് ലിങ്ക് പ്ലേ നടത്തി അങ്ങനെ ഭയങ്കര അടിപൊളി ഒരു കളിയായിരുന്നു. അതിൻ്റെ ഗോൾ വെൽ ടേക്കൺ ഗോളായിരുന്നു, സൂപ്പർ. ഇതിൻ്റെ ഒക്കെ ഇടയിൽ അവൻ സലയ്ക്ക് കൊടുത്തൊരു പാസ് ഉണ്ടായിരുന്നു, ഒരു എയർ ബോൾ എയറിൽ നിന്ന് എടുത്തിട്ട് ബാക്കിലേക്ക് കൊടുത്തൊരു പാസ്, വാട്ട് എ ടച്ച്, കിടിലായിരുന്നു. പക്ഷേ കമ്മ്യൂണിറ്റി ഷീൽഡ് തോറ്റു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് റാങ്ക് ഗ്രാംബർഷ് ഉണ്ടായിരുന്നില്ല ലിവർപൂളിൽ കളിക്കാനായിട്ട്. അപ്പോൾ അവർക്കൊരു മിഡ് കവർ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഗ്രാംബർഷ് ആയിരുന്നു അവരുടെ കഴിഞ്ഞ വട്ടത്തെ എന്താ പറയുക ഒരു അത്ഭുത സൈനിങ്. അയാക്സിൽ ഭയങ്കര റെപ്യൂട്ടേഷൻ കിട്ടിയിട്ട് പിന്നെ ബയൺ മ്യൂണിക്കിൽ പോയി ഫ്ലോപ്പായിട്ട് അവിടെ നിന്ന് ലിവർപൂളിലേക്ക് വന്ന മുതലാണ്. അപ്പോൾ അവനെ പിടിച്ച് ഹോൾഡിംഗ് മിഡ്ഫീൽഡർ കളിപ്പിച്ചിട്ട് ആർനെ സ്ലോട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഗെയിം ഉണ്ടായിരുന്നു. അപ്പോൾ അവനുണ്ടായിരുന്നില്ല, ഗ്രാംബർഷ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ലിവർപൂൾ ഫാൻസിന് എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു പ്രശ്നം എവിടെ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാൻഡീക്കിൻ്റെ 2 എറർ കാരണമാണ് 2 ഗോളും വന്നത്. ആദ്യത്തെ പെനാൽറ്റി, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അവൻ്റെ പൊസിഷനിങ് ആകെ തെറ്റായി പോയി, സ്ട്രൈക്കർ ഫ്രീ ആയി. അപ്പോൾ വാൻഡീക്കിന് ഇപ്പോൾ 30 വയസ്സിന് മുകളിലായല്ലോ. വാൻഡീക്ക് സ്ലോ ആവുന്നുണ്ടോ എന്നുള്ളതാണ് ഇവരുടെ ലിവർപൂളിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈശ്വര ഭഗവാനെ വിർട്സിന് നല്ലത് മാത്രം വരുത്തണേ. അപ്പോൾ അങ്ങനെയാണ് ലിവർപൂളിന്റെ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സീസൺ ഏറ്റവും കൂടുതൽ കപ്പടിക്കാൻ ചാൻസ് ഉള്ളത് ലിവർപൂളിനാണ്. ലിവർപൂൾ ഭയങ്കര എക്സൈറ്റിംഗ് ടീമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിലോട്ട് പോകുമ്പോൾ അവരുടെ അറ്റാക്ക് അത്രയും കിടിലായി. കാരണം എക്കിറ്റിക്ക ഉണ്ട്, വിർട്സ് ഉണ്ട്, കോഡി ഗാക്പോ കളിക്കുന്നുണ്ട്, സല കളിക്കുന്നുണ്ട്, എക്കിറ്റിക്ക എല്ലാവർക്കും സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇനി അവർ ഇസാക്കിനെ മേടിക്കാൻ പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു അറ്റാക്കുള്ള കാരണം, സപ്പോസ് അതിന് മെക്കാലിസ്റ്ററിനെ മറക്കുന്നില്ല, ഇത്രയും നല്ലൊരു അറ്റാക്കുള്ള കാരണം അവരെങ്ങനെയൊക്കെ ഗോൾ അടിക്കുമെന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് സല കഴിഞ്ഞ സീസണത്തെ ഫോം വീണ്ടും ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ. പക്ഷെ അവരുടെ ഡിഫൻസിൽ ഇനി എന്താ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയണം. കൊണാട്ടയ്ക്ക് ചെൽസി ബിഡ് കൊടുത്തില്ല എന്നൊക്കെ പറയുന്ന ഒരു റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വാൻഡീക്ക് സ്ലോ ആവുന്നതാണോ, അതേ കഴിഞ്ഞ സീസണത്തെ പെർഫോമൻസ് അവന് തിരിച്ചെടുക്കാൻ പറ്റുമോ, ഗ്രാംബർഷിന് മിഡ് ഫുള്ളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുമോ, അതേ അവൻ ഓവർറൺ ആയി പോകും, അത് അവന് ഇഞ്ചുറി പറ്റിയ ബാക്കപ്പ് ഉണ്ടോ എന്നുള്ളതൊക്കെ ആശ്രയിച്ചിരിക്കും. പക്ഷെ സ്റ്റിൽ ലിവർപൂളാണ് ബെസ്റ്റ് ടീം. ഞാൻ അടുത്തത് നമ്മൾ വരുന്നത് ആഴ്സണലിലേക്കാണ്. ആഴ്സണൽ 2-3 സീസണായി സെക്കൻഡ് കൊണ്ട് തേർഡ് കൊണ്ടൊക്കെ തൃപ്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അർട്ടേറ്റയുടെ പ്രൊജക്റ്റ് ആദ്യം തുടങ്ങിയപ്പോൾ ട്രസ്റ്റ് ദ പ്രോസസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതുണ്ടായിരുന്നു. പക്ഷെ ആ പ്രോസസ്സിൻ്റെ സമയം കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ തെളിയിക്കണം, കപ്പടിക്കണം. കപ്പടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് വെറും ഒരു പ്രോസസ്സ് മാത്രമായിട്ട് ഇങ്ങനെ വീണ്ടും പോകും. ഫാൻസൊക്കെ ഭയങ്കര അക്ഷമരായിരിക്കും. കാരണം ഓൾറെഡി കുറെ കപ്പൊക്കെ ഉള്ള ടീമാണ് ആഴ്സണൽ. ഇപ്പോൾ അടിച്ചിട്ട് കാലം കുറയും. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഈ പ്രോസസ്സ് മാത്രമായിട്ട് കൊണ്ടുനടക്കണം എന്നുള്ളൊരു ചോദ്യം ഫാൻസിന് വരും. പിന്നെ അവിടെ ഏറ്റവും ബെസ്റ്റ് സൈനിങ് എന്ന് പറഞ്ഞാൽ സുബിമെൻഡി തന്നെയായിരിക്കും. സുബിമെൻഡി അത്രയും കിടലുള്ള ഒരു മിഡ്ഫീൽഡറാണ്. പക്ഷെ അയാൾ ഇവിടെ വന്നിട്ട് എങ്ങനെ കളിക്കും എന്നുള്ളത് അനുസരിച്ചിരിക്കും നമ്മുടെ ആഴ്സണലിൻ്റെ ചാൻസസ്. അപ്പോൾ ഈ സുബിമെൻഡി നന്നായിട്ട് മിഡ് കൊണ്ടുനടക്കുകയാണെങ്കിൽ ഒഡെഗാർഡിന് കുറച്ചും കൂടി അറ്റാക്കിങ്ങിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ കളിക്കാൻ വെച്ചാൽ അവരുടെ മിഡ് നല്ല രസമായിരിക്കും. പക്ഷേ ഈ മധുവയ്ക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിങ്ങർ ഉണ്ടല്ലോ ഗബ്രിയൽ മാർട്ടിനെല്ലി, ഈ മാർട്ടിനെല്ലി മധുവയ്ക്കൊക്കെ എന്ത് കാണിക്കുമെന്നുള്ളതനുസരിച്ചിരിക്കും അവരുടെ വിങ് പ്ലേ. ബട്ട് സ്റ്റിൽ അവരുടെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത് ഗ്യോക്കോറസ് എങ്ങനെ കളിക്കുമെന്നുള്ളതാണ്. അവൻ സ്പോർട്ടിങ്ങിലത്തെ ഫോമിൽ ഇത് ഇവിടെ വന്ന് ഗോളടിച്ച് കൂട്ടുമോ ഇല്ലെങ്കിൽ ഗോളടിച്ച് കൂട്ടില്ലേ, അതൊക്കെ അനുസരിച്ചിരിക്കും. പക്ഷെ എന്നാൽ പോലും ഇത് അവരുടെ എന്താ പറയുക, ഇതൊരു ലാസ്റ്റ് ചാൻസ് പോലെയാണ് ആഴ്സണലിന്. ഈ സീസൺ കപ്പടിച്ചേ പറ്റൂ. അത് മെയിൻ കപ്പുകൾ, FA കപ്പോ അങ്ങനത്തെ സാധനങ്ങൾ, ലീഗ് കപ്പോ ഒന്നുമല്ല. പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സിന്റെ കാലാവധി തീർന്ന മാതിരി നമുക്ക് കണക്കൂട്ടേണ്ടി വരും. അടുത്തടുത്ത് പറയാനുള്ളത് ചുവന്ന ചെകുത്താന്മാരെ പറ്റിയാണ്. ഈശ്വര ഭഗവാനെ ശേഷ്കോക്ക് നല്ലത് മാത്രം വരുത്തണേ. അപ്പോൾ അവരുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഫോർമേഷൻ വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരു സെലക്ഷൻ ഹെഡേക്ക് വരാനിരിക്കുന്നുണ്ട്. അമോറിയും 3-4-3 മാത്രമേ കളിക്കുള്ളൂ. അപ്പോൾ ഫ്രണ്ട് 3 അവർ കാണുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സൈനീസിനാണ്. സെസ്കോ സ്ട്രൈക്കറായിട്ടും പിന്നെ കുഞ്ഞോ എംപിയുമോ അവൻ്റെ ബാക്കിൽ കളിക്കുന്നതായിട്ടും. പക്ഷെ അവിടെ ചെറിയൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസിന് ഈ ഫ്രണ്ട് ത്രീയില് കുഞ്ഞു എംബിയും കളിക്കുന്ന ഒരു അറ്റാക്കിംഗ് മിഡ് പൊസിഷൻ കിട്ടിയാലാണ് ബ്രൂണോന്റെ കഴിവുകൾ മുഴുവൻ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ബ്രൂണോനെ ഫ്രണ്ടിൽ കളിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ ഏതെങ്കിലും ഒരു സൈനിങ് പുറത്തേക്കേണ്ടി വരും. പിന്നെ ഷെസ്കോ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, അവന്റെ യൂറോ കപ്പിലത്തെ കളി കണ്ടിട്ടുണ്ടായിരുന്നു. പോർച്ചുഗലിന്റെ കൂടെ സിമ്പിൾ 1-on-1 2 ചാൻസുകളാണ് മിസ്സാക്കിയത്. അവൻ ഇപ്പോഴും ഒരു യങ് സ്ട്രൈക്കറാണ്, ഡെവലപ്മെന്റ് ആവശ്യമുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ എത്രത്തോളം ഡെവലപ്ഡ് ആവും എന്ന് കണ്ടറിയേണ്ട ഒരു പ്ലെയറാണ്. അപ്പോൾ അതൊരു പ്രൊജക്റ്റാണ് ആക്ച്വലി യുണൈറ്റഡിന്. പക്ഷെ പ്രശ്നം ഇവിടെ ഇതാണ്, അപ്പോൾ ഫെർണാണ്ടസ് മുന്നിൽ കളിക്കുകയാണെങ്കിൽ ബാക്കി അവരുടെ മിഡ്ഫീൽഡ് 3-4-3 ആകുമ്പോൾ രണ്ട് മിഡ്ഫീൽഡിൽ ഒരു രണ്ട് പൊസിഷനിൽ ആര് കളിക്കുന്നുള്ളത് ഉഗാർട്ടെ കൺവിൻസിങ് അല്ല. ഇനിയിപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസിന് താഴ്ച കിട്ടുമെന്ന് വിചാരിക്കും. താഴ്ച കിട്ടി കഴിഞ്ഞാൽ അവരുടെ അറ്റാക്കിംഗ് ഓപ്ഷൻസ് ബ്രൂണോന്റെ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ പ്ലെയറാണ്. ബ്രൂണോന്റെ അറ്റാക്കിംഗ് ഓപ്ഷൻസ് കുറച്ച് കുറയും ഡീപ്പിൽ കളിക്കുന്ന കാരണം. ഇനിയിപ്പോൾ അവനെ മുന്നിൽ കളിപ്പിച്ചാലോ, അപ്പോൾ ഏതെങ്കിലും ഒരു സൈനിങ് പുറത്തിരിക്കേണ്ടി വരും. ഇനി അങ്ങനെ മുന്നിൽ കളിപ്പിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡിന്റെ മിഡ്ഫീൽഡ് ഭയങ്കര വീക്കാണ്. ഉഗാർത്തെ കൺവിൻസിങ് അല്ല, കാസമീറോ പേസ് കുറവാണ് ഇപ്പോൾ. അപ്പോൾ രണ്ടുപേരും അങ്ങനെ കോച്ച് അത്ര വിശ്വസിക്കുന്ന ആളുകളല്ല. കോച്ച് എന്തുകൊണ്ടാണ് മൈനുവിനെ വിശ്വസിക്കാത്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം മൈനു ഇപ്പോൾ ഇംഗ്ലണ്ട് ടീമിലൊക്കെ പോയിട്ട് നല്ല കളി കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവർ ബലബനെ മേടിക്കാൻ പോവാണെന്നുള്ളൊരു ട്രാൻസ്ഫർ റൂമർ ഉണ്ട്. അപ്പോൾ അത് മേടിച്ചില്ല എങ്കിൽ യുണൈറ്റഡിന്റെ മിഡ്ഫീൽഡ് പ്രശ്നമാണ്. ആ മിഡ്ഫീൽഡ് അവർ ഓവർ റൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ അറ്റാക്കിംഗ് സൈനിങ്സ് നടത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഡിഫൻസിൽ നമുക്കറിയാലോ, അവരുടെ ഏറ്റവും ബെസ്റ്റ് ലിസാൻഡ്രോ മാർട്ടിനസ് ആയാലും ലെനിയോർ ആയാലും പരിക്ക് മാറി നേരമില്ല. ലൂക്ക് ഷോ പഴയൊരു പ്ലെയർ ആണെന്നുള്ള സംശയമുണ്ട്. അപ്പം അങ്ങനെയാണ് യുണൈറ്റഡിന്റെ കാര്യം. ഇനി ഏറ്റവും ഇൻട്രിഗിങ് ആയിട്ടുള്ള കാര്യം സിറ്റിയുടെ കാര്യമാണ്. മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ കഴിഞ്ഞ സീസൺ ഭയങ്കര ഷോക്കായിരുന്നു, എല്ലാവർക്കും അറിയാം. ഇത് മൊട്ടയ്ക്ക് ഇതൊരു എന്താ പറയുക, ഒരു പുതിയ അനുഭവമാണ്. മൊട്ട ഇന്നവരെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല. കാരണം നല്ല പ്ലേയേഴ്സ് ഫുൾ പോയി, അത് കഴിഞ്ഞിട്ട് ഒരു ടീമിൽ റീബിൽഡിങ് നടക്കണം. റീബിൽഡിങ് എന്നാണ് വേണ്ടത്. അവർ കുറേ സൈനിങ് നടത്തിയിട്ടുണ്ട്. വിക്ടറേഴ്സിനെ അവർ ഇപ്പോൾ തന്നെ ലോൺ വിട്ട് കഴിഞ്ഞു. അബ്ദുൽ ഖാദിർ കുസ്മവ് ഇതുവരെ എന്താ പറയുക ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. ഇവരൊക്കെ യങ് പ്ലേയേഴ്സാണ്. ആകെ വന്ന ഉടൻ തന്നെ നന്നായി കളിച്ചിരിക്കുന്ന പറയുന്നത് ഒമർ മർമൂഷാണ്. ഇനി റയാൻ ചെർക്കി കിഡിലും പ്ലെയറാണ്, നല്ല പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്. പക്ഷെ അവനുള്ള ആറ്റിറ്റ്യൂഡ് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ അതാണ്. സിറ്റിയുടെ ഒരു ക്വാളിറ്റി വെച്ചിട്ട് അവർ എന്തായാലും നന്നായി കളിക്കും. പക്ഷേ സിറ്റിക്ക് ഇതൊരു അൺനോൺ ടെറിട്ടറിയാണ്. എന്താ ചെയ്യേണ്ടത് അവർക്കും അറിയില്ല, ഗാർഡിയോളയ്ക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർ എത്ര സൈനിങ് നടത്തിയെന്ന് പറഞ്ഞാലും അവരുടെ ക്വാളിറ്റി വെച്ചിട്ട് അവർ കുറേ മാച്ചുകൾ ജയിക്കുന്നുണ്ടെങ്കിലും എന്താണ് ലീഗിൽ നടക്കാൻ പോകണമെന്നുള്ളത് കണ്ടറിയാൻ തന്നെ വേണം. എനിക്ക് തോന്നുന്നു അവരൊരു ചാമ്പ്യൻസ് ലീഗ് ടോപ്പ് 4 പ്ലേസിന് ആ ഒരു രീതിയിലേക്കൊക്കെ എത്തുള്ളൂ എന്ന്. അല്ലെങ്കിൽ പിന്നെ അവർ ഭയങ്കരമായിട്ട് ടീം ഫസ്റ്റ് സീസണിൽ ക്ലിക്കാവണം. ഗാർഡിയോള ആയതുകൊണ്ട് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ക്ലിക്കായി എന്നൊക്കെ വരും. എന്തായാലും കണ്ടറിയാം. ഈശ്വര ഭഗവാനെ ചെറുക്കിക്കും കൂട്ടർക്കും നല്ലത് വരുത്തണേ. പിന്നെ ന്യൂക്കാസിലാണ്. ന്യൂക്കാസിലിനെ സൗദി മേടിച്ചപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചത് ന്യൂക്കാസിൽ ഇപ്പോൾ കുറേ ട്രാൻസ്ഫറുകൾ നടത്തും. പണ്ട് ചെൽസിയും സിറ്റിയും ഒക്കെ നടത്തിയ മാതിരി ഇപ്പോൾ കുറേ ട്രാൻസ്ഫർ നടത്തും, അവർ ഡയറക്റ്റ് ചലഞ്ച് ചെയ്യുമെന്നൊക്കെയാണ്. ആ സമയത്ത് തന്നെ സൗദിയുടെ ഇൻഫ്ലക്സ് തടയാൻ വേണ്ടിയിട്ടൊന്നും അതില്ല. പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂൾസ് PSR ഒക്കെ ആ സമയത്താണ് ഇവർ കറക്റ്റ് കൊടുന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു പരിധിയിലപ്പുറം സ്പെൻഡിങ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്നാൽ പോലും അവർ ടീം ബിൽഡിംഗ് അടിപൊളിയായിരുന്നു. പതുക്കെയാണ് അവർ ആദ്യം പ്രീമിയർ ലീഗിൽ നല്ല പൊസിഷനിലെത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ പതുക്കെ ചാമ്പ്യൻസ് ലീഗ് കയറി. ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവർ പിന്നെ ഒന്ന് പുറകിലോട്ട് പോയി. പക്ഷേ ഈ സീസൺ ന്യൂക്കാസിന് ഭയങ്കര ഒരു തിരിച്ചടിയായിരുന്നു. അപ്പോൾ അവർ എന്താ പറയുക, ട്രാൻസ്ഫർ മാർക്കറ്റ് പോലും ലിവർപൂൾ വന്നിട്ട് വലിയേട്ടന്മാരായിട്ട് വന്നിട്ട് വേണമെങ്കിൽ സൈൻ ചെയ്താൽ മതിയിടാ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ന്യൂക്കാസിൽ പോയത്. അപ്പോൾ ന്യൂക്കാസിൽ എന്താ പറയുക, അവർ ഇസാക്ക് പോവില്ല എന്നുള്ളത് വേറെ കാര്യം. അവർ അതിലാകെ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്. പക്ഷെ അവരത് കഴിഞ്ഞിട്ട് അതിന് പകരമായിട്ട് എക്കിറ്റിക്കേനെ നോക്കി ഒരു ഇത് റീപ്ലേസ്മെന്റിന് വേണ്ടിയിട്ട്. പക്ഷേ നേരെ ലിവർപൂൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ എക്കിറ്റിക്കേനെ എടുക്കും, ഇസാക്കിനെ എടുക്കും, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാളെ മതി, രണ്ടാളെ വേണ്ടെന്നുള്ളത്. അപ്പോൾ അവരുടെ അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ ന്യൂക്കാസിൽ ട്രാൻസ്ഫർ വിൻഡോയിൽ അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുമില്ല. അവരുടെ ആ ഒരു മുകളിലേക്കുള്ള ഗ്രാഫ് നിലനിർത്താൻ പറ്റുമെന്നുള്ള സംശയമാണ്. അപ്പോൾ ഈ സീസൺ ന്യൂക്കാസിലിന്റെ കണ്ടറിയണം. ന്യൂക്കാസിലിന്റെ പണ്ടൊക്കെ ഫാൻസ് ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഷിയറും മോഹനൊക്കെ കളിക്കുന്ന കാലത്ത്. ഇപ്പം ന്യൂക്കാസിലിന്റെ ഫാൻസ് ഉണ്ടെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല, എന്നാലും കളി കാണുന്നവർക്ക് അറിയാമല്ലോ. പിന്നെ അത് ടോട്ടനമാണ്. ടോട്ടനം ഒരു സർപ്രൈസ് പാക്കേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുതിയ കോച്ച് വന്നിട്ടുള്ള അവരുടെ 2 കളി അവർ പ്രീ സീസണിൽ ആഴ്സണലിനെയും തോൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ കോഴികളായതുകൊണ്ട് സ്വാഭാവികം അവർ യുവേഫ സൂപ്പർ കപ്പ് തോറ്റു കൊടുത്തു PSGക്ക് വേണ്ടിയിട്ട്. മര്യാദയ്ക്ക് കപ്പടിക്കേണ്ട ഒരു കളിയായിരുന്നു, വെറുതെ അവസാനം വരെ. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സ്ട്രക്ചർ ഉണ്ട്. ഈ കോച്ച് വന്നപ്പോൾ നല്ല റിജിഡായിട്ട് നിൽക്കുന്ന ഒരു സ്ട്രക്ചർ. അവരെല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഒരുമിച്ച് കയറി പോകുന്നുണ്ട്. അവിടെ യുവേഫ സൂപ്പർ കപ്പിൽ റിച്ചാർഡ്സണൊക്കെ കളിച്ചത്. റിച്ചാർഡ്സൺ 2-3 ബോളുകൾ നന്നായി വേസ്റ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട്, നല്ല പ്രോമിസിങ് അറ്റാക്കുകൾ. അപ്പോൾ അതിന് വേറെ ഇനി സോളങ്കി വരും. മെയിൻ ടീമിൽ എന്തായാലും സോളങ്കി ആയിരിക്കും കളിക്കുക.
കുൽസെവ്സ്കി തിരിച്ചു വരും, അവനായിരിക്കും കളിക്കാം. അപ്പോൾ ടീം ഇനി ഇമ്പ്രൂവ് ആവാനുള്ള ചാൻസുകളുണ്ട്. പക്ഷെ ഒരു സ്ട്രക്ചർ ഉണ്ട് കളിക്ക്. അപ്പോൾ അവർക്ക് എന്താ പറയുക, ഒരു ഡിഫൻസീവ് സോളിഡിറ്റി ഈ പറയുന്ന ഡെസ്റ്റിനി ഉഡോഗിയും മാൻഹയ്ക്കും വെർബ്രൂക്കനൊക്കെ സ്ഥിരമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ എനിക്ക് തോന്നുന്നു ഒരു പോയിന്റിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ടീം ആൾക്കാർ മിസ്സായിരുന്നു. എല്ലാ ടീമുകൾക്കും ഇഞ്ചറി പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സ് ഫസ്റ്റ് ടീം പ്ലെയേഴ്സ് പോയതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു ടീം ടോട്ടനമായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ഈ സീസൺ വന്നു കഴിയുമ്പോൾ അവരൊരു സർപ്രൈസ് പാക്കേജ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സോൺ പോയി, പക്ഷേ ഹാരിക്കൻ പോയിട്ട് അവർ നന്നായി കളി തുടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്കും നല്ലത് വരട്ടെ. ഇനി എൻ്റെ ഫേവറേറ്റ് ടീമിലേക്ക്. സോ ഞാനൊരു ചെൽസി ഫാനാണ്. ചെൽസീനെ എല്ലാവരും കുറ്റം പറയുന്നുണ്ട്. ചെൽസി കുറേ ഞാൻ ബുധനാഴ്ച മിനിഞ്ഞാന്ന് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളിക്കാൻ പോയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, നിങ്ങൾ മറ്റേ എന്താ പറയുക കുറേ പ്ലെയേഴ്സിനെ മേടിക്കുന്നു, നിങ്ങൾ അറ്റാക്കിങ് മാത്രമേ മേടിക്കുന്നുള്ളൂ, നിങ്ങൾ ഡിഫൻസിലാരും സൈനിങ് നടത്തുന്നില്ല. ചെൽസിയുടെ സൈനിങ്സിന് ഒരു പാറ്റേൺ ഉണ്ട്. അത് നന്നായി ശ്രദ്ധിക്കുന്ന ഫാൻസിനറിയാം, അതല്ലാതെ പുറമേ നിന്ന് നന്നായി ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ആദ്യം കുറേ സൈനിങ്സ് നടത്തി, അതെന്തിനാണെന്ന് ഞങ്ങൾക്ക് ഫാൻസിന് പോലും അറിയില്ല. ആ സീസൺ ഞങ്ങൾ 12ാമതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സൈനിങ്സിന് ഒരു സ്ട്രക്ചർ വന്നു, യങ് പ്ലെയേഴ്സിലേക്ക് മാറി. ആദ്യത്തെ മറ്റേ കുലിബാലിനെയും സ്റ്റെർലിങ്ങിനൊക്കെ മേടിച്ച സീസണിൽ നിന്ന് നേരെ മാറി. മാറി കഴിഞ്ഞിട്ട് യങ് പ്ലെയേഴ്സിനെ ഹോൾഡ് ചെയ്യുന്ന ഈ നമ്മുടെ റയൽ മാഡ്രിഡൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി തന്നെ. ഇപ്പോൾ വിനീഷ്യസ് ജൂനിയറിനെയും റോഡ്രിഗേനെയും റെയ്നിയറിനെയൊക്കെ അവർ മേടിച്ചത് അങ്ങനെയാണ്. അപ്പോൾ അതിലേക്ക് മാറി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഉയർന്ന സ്ഥാനം 6ാം സ്ഥാനത്തെത്തി. 6ാം സ്ഥാനത്തെത്തി കഴിഞ്ഞിട്ട് ഈ സീസൺ നടന്നിട്ടുള്ള ട്രാൻസ്ഫർ ചിലപ്പോൾ എതിർ ഫാൻസുകാർ സമ്മതിച്ചു തരില്ല. പക്ഷെ എന്നാൽ ഈ സീസൺ നടന്നിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഔട്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് എവിടെയാണോ ആവശ്യമുള്ളത് ഡിഫറെൻറ്റ് പ്രൊഫൈൽ ഓഫ് അറ്റാക്കേഴ്സ് അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ സീസൺ ഇനിയിപ്പോൾ 12 ആദ്യം 12ആയി, പിന്നെ അത് കഴിഞ്ഞ് 6ആയി. ഇനി ഈ സീസൺ നമുക്ക് എവിടെയാണെന്ന് നോക്കാം. ചെൽസി ആണ് പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും ഡാർക്ക് ഹോഴ്സസ് ആയിട്ട് നിലനിൽക്കുന്നത്. അവരത് ക്ലബ് വേൾഡ് കപ്പിൽ തെളിയിക്കുകയും ചെയ്തു. ക്ലബ് വേൾഡ് കപ്പിൽ അവർ ചാമ്പ്യൻസ് ലീഗ് ജയിച്ച PSG തോൽപ്പിച്ച രീതി, അത് കഴിഞ്ഞിട്ട് ഈ പ്രീ സീസണിൽ AC മിലാനെയും സിമ്പിളായിട്ട് തോൽപ്പിച്ച രീതി, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചെൽസിയുടെ കളിയിൽ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ജാവോ പെഡ്രോ കോൾ പാമർ ലിങ്കപ്പ് കിഡിലനാണ്, ഒരു രക്ഷയില്ലാത്ത ലിങ്കപ്പാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും സ്പേസുകൾ കിട്ടുന്നുണ്ട്, എല്ലാവരും ഓടിക്കറി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലബ് വേൾഡ് കപ്പ് അടിച്ചപ്പോൾ കപ്പടിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ചെൽസിക്ക് കിട്ടി. ആ ടേസ്റ്റ് ഒരു യങ് ടീമിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ഉത്തേജക മരുന്ന് കൊടുക്കുന്ന പോലെയാണ്. അപ്പോൾ അത് ചെൽസി എന്തായാലും കാണിക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് പ്രിവ്യൂ ആണ് സീസണിൻ്റെ. അപ്പോൾ ഇന്നോട്ട് കളികൾ ആരംഭിക്കുകയാണ്. എല്ലാവരും എൻജോയ്. ഐ ജസ്റ്റ് വാച്ച് ഫുട്ബോൾ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും. അത് ചിലപ്പോൾ നിങ്ങൾ അംഗീകരിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങളത് കമൻറ്റിൽ പറയുക. അത് ചിലപ്പോൾ ഞാൻ അംഗീകരിക്കണം എന്നില്ല. അങ്ങനെ നമ്മൾക്ക് സീസൺ മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ.